Dear children, in the social science we were discussing the second chapter, the East and the West, era of exchanges. In our previous class we have discussed about major trade routes of medieval period like Silk Route and Spice Route and also the features of medieval cities. Today, in this class, we have to discuss the remaining part of medieval society. Let's go through the textbook. The eastern cities. Let's see the regions other than the Western European cities where big cities and commercial centers flourished in the medieval period. വെസ്റ്റേൺ യൂറോപ്യൻ സിറ്റികളെ കൂടാതെ വലിയ സിറ്റികളും കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സും നിലനിന്നിരുന്ന മറ്റു പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ബാഗ്ദാദ്, the capital city of Abbasid Empire, was an important center of trade and commerce during the medieval period. The market of Baghdad were flooded with the rare articles from different parts of the world. അബ്ബാസിദ് എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്ന ബാഗ്ദാദ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. മിഡിവൽ പീരീഡിലെ വ്യാപാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു ബാഗ്ദാദ്. The markets of Baghdad were flooded with the rare articles from different parts of the world. ബാഗ്ദാദിലെ മാർക്കറ്റുകൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്ന റയർ ആർട്ടിക്കിൾസ്, അപൂർവ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. Another famous commercial center was Constantinople, Istanbul, the capital of Eastern Roman Empire. The commodities coming through Silk Route and Spice Route were brought to Europe through these cities. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു മറ്റൊരു കൊമേഴ്ഷ്യൽ സെൻറ്റർ. സിൽക്ക് റൂട്ടിലൂടെയും സ്പൈസ് റൂട്ടിലൂടെയും എത്തിയിരുന്ന സാധനങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ സിറ്റികളിലൂടെയായിരുന്നു. മേജർ സിറ്റീസ് ബസ്ര, ഏദൻ, മക്ക, മസ്കത്ത്, ഡമാസ്കസ്, സൂററ്റ്. സൂററ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗുജറാത്ത്. ഐ റിപ്പീറ്റ്, ബസ്ര, ഏദൻ, മെക്ക, മസ്കത്ത്, ഡമാസ്കസ്, സൂററ്റ്. These were the major cities, major eastern cities. You are now familiar with the important trade centers and cities of the eastern and western part of the world. Let's examine the social and economic condition of the people in these cities. The greatest specialty of the medieval socio-economic structure was the guilds. The guilds were the association of experts in different occupational sectors. There are two kind of guilds. Guilds എന്നത് വിവിധ തൊഴിൽ മേഖലയിലെ വൈദഗ്ധ്യം നേടിയവരുടെ ഒരു സംഘമായിരുന്നു. തൊഴിൽ കൂട്ടായ്മ. ഗിൽഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ സംഘം, വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുടെ ഒരു സംഘത്തെയാണ് ഗിൽഡുകൾ എന്ന് വിളിച്ചിരുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഗിൽഡുകളാണ് ഉണ്ടായിരുന്നത്. മർച്ചന്റ് ഗിൽഡ്, craft guild. There are two kind of guilds, merchant guilds and craft guilds. Factors which led to the formation of guilds. ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എന്തെല്ലാം ഘടകങ്ങളാണ് ഗിൽഡുകൾ രൂപീകരിക്കാൻ കാരണം. റാപ്പിഡ് ഇൻക്രീസ് ഓഫ് ട്രേഡ് ഇൻ ദി മിഡിവൽ യൂറോപ്യൻ സിറ്റീസ്. മിഡിവൽ യൂറോപ്യൻ സിറ്റീസിൽ ഉണ്ടായ വ്യാപാരത്തിൻ്റെ വളർച്ച, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായ വ്യാപാരത്തിൻ്റെ വളർച്ചയാണ് ഒരു കാരണം. റാപ്പിഡ് ഇൻക്രീസ് ഓഫ് ട്രേഡ് ഇൻ ദി മിഡിവൽ യൂറോപ്യൻ സിറ്റീസ്. മിഡിവൽ യൂറോപ്പിലെ നഗരങ്ങളിലുണ്ടായ വ്യാപാരത്തിൻ്റെ വളർച്ച. ഫോർമേഷൻ ഓഫ് സ്പെസിഫിക് ഒക്യുപ്പേഷണൽ സെക്ടേഴ്സ്, പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം. ഫോർമേഷൻ ഓഫ് സ്പെസിഫിക് ഒക്യുപ്പേഷണൽ സെക്ടേഴ്സ്, പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം. നെസസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദി എക്സസീവ് ടാക്സേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഉയർന്ന നികുതിക്കും ചൂഷണത്തിനുമെതിരെ നിലനിൽക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത. നെസസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദി എക്സസീവ് ടാക്സേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. സെൻസ് ഓഫ് ഓർഗനൈസേഷൻ, സംഘടനാബോധം തുടങ്ങിയവയാണ് ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ. Factors which led to the formation of guilds. Rapid increase of trade in the medieval European cities. മിഡിവൽ യൂറോപ്യൻ സിറ്റീസിലുണ്ടായ ട്രേഡിൻ്റെ വളർച്ച, വ്യാപാരത്തിൻ്റെ വളർച്ച. ഫോർമേഷൻ ഓഫ് സ്പെസിഫിക് ഒക്യുപ്പേഷണൽ സെക്ടേഴ്സ്,
പ്രത്യേക തൊഴിൽ മേഖലകളുടെ രൂപീകരണം, നെസസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദി എക്സസീവ് ടാക്സേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഉയർന്ന ടാക്സിനും ചൂഷണത്തിനുമെതിരായിട്ട് നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകത, സെൻസ് ഓഫ് ഓർഗനൈസേഷൻ, സംഘടനാബോധം തുടങ്ങിയവയെല്ലാമാണ് ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ഗിൽഡ്സ് വെർ ദി അസോസിയേഷൻ ഓഫ് എക്സ്പേർട്സ് ഇൻ ഡിഫറെൻറ്റ് ഒക്യുപ്പേഷണൽ സെക്ടേഴ്സ്. വിവിധ തൊഴിൽ മേഖലയിലെ വിദഗ്ധരുടെ സംഘങ്ങളെയാണ് ഗിൽഡുകൾ എന്ന് വിളിക്കുന്നത്. ദർ ആർ 2 kinds ഓഫ് ഗിൽഡ്സ്, മർച്ചൻ്റ് ഗിൽഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ഗിൽഡ്സ്. വ്യാപാര ഗിൽഡുകളും അതുപോലെ കരകൗശല ഗിൽഡുകളും, അങ്ങനെ 2 തരത്തിലുള്ള ഗിൽഡുകളാണ് ഉണ്ടായിരുന്നത്. Aim of guilds: foster mutual help and cooperation to maintain the monopoly of market and attainment of economic stability. ഗിൽഡുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പര സഹായവും സഹകരണവും വളർത്തുക, ടു മെയിൻറ്റെയിൻ ദി മോണോപോളി ഓഫ് മാർക്കറ്റ് ആൻഡ് അറ്റൈൻമെൻറ്റ് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി, കമ്പോള കുത്തക നിലനിർത്തുക, അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഗിൽഡുകൾക്കുണ്ടായിരുന്നത്. There were 2 kinds of guilds, merchant guilds and craft guilds. The merchant guilds were the first to emerge. Intercity leagues were formed linking the cities for the progress of trade. Hanseatic League is an example for this, which regulate the trade activities of many cities of Europe. The craft guilds were the association of different artisans and craftsmen of medieval period. Every occupational groups like the leather workers, carpenters, blacksmiths, etc. had separate guilds. Craft guilds were the association of different artisans and craftsmen of medieval period. Every occupational groups like the leather workers, carpenters, blacksmiths, etc. had separate guilds. മിഡിവൽ പീരീഡിൽ കരകൗശല തൊഴിലാളികളുടെയും മറ്റ് വിദഗ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളെയാണ് ക്രാഫ്റ്റ് ഗിൽഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരുന്നത്. ലെതർ വർക്കേഴ്സ്, തുകൽപ്പണി ചെയ്യുന്നവർ, അതുപോലെ കാർപ്പൻറ്റേഴ്സ്, മരപ്പണി ചെയ്യുന്നവർ, ബ്ലാക്ക് സ്മിത്ത്, ഇരുമ്പ് പണിക്കാർ, അങ്ങനെ ഓരോ തൊഴിൽ വിഭാഗത്തിനും പ്രത്യേകമായിട്ടുള്ള ഗിൽഡുകൾ ഉണ്ടായിരുന്നു. അവരുടെ വ്യാപാരം, ട്രേഡിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഓരോ പ്രത്യേക ജോലിക്കാർക്കും ഗിൽഡുകൾ ഉണ്ടായിരുന്നു. Responsibilities of the guilds: framing labor laws, division of labor, maintaining the quality of products, determining the mode of scale, fixing the price, determining working hours. Framing labor laws, തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കുക. ഡിവിഷൻ ഓഫ് ലേബർ, എല്ലാവർക്കും തുല്യമായിട്ട് ജോലി വിഭജിക്കുക, അധ്വാന വിഭജനം. മെയിൻറ്റെയിനിങ് ദി ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, ഉൽപ്പന്നത്തിൻ്റെ നിലവാരം നിലനിർത്തൽ. ഡിറ്റർമൈനിങ് ദി മോഡ് ഓഫ് സ്കെയിൽ, വിൽപ്പന രീതി, ഏത് രീതിയിൽ വിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഫിക്സിംഗ് ഓഫ് പ്രൈസസ്, വില നിർണ്ണയിക്കുക. ഡിറ്റർമൈനിങ് ദി വർക്കിംഗ് ഹവേഴ്സ്, അധ്വാന സമയം നിശ്ചയിക്കുക. ഇതെല്ലാമാണ് ഗിൽഡുകളുടെ റെസ്പോൺസിബിലിറ്റീസ്. ഫ്രെയിമിംഗ് ലേബർ ലോസ്, ഡിവിഷൻ ഓഫ് ലേബർ, മെയിൻറ്റെയിനിങ് ദി ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, ഡിറ്റർമൈനിങ് ദി മോഡ് ഓഫ് സ്കെയിൽ, ഫിക്സിംഗ് ദി പ്രൈസ്, ഡിറ്റർമൈനിങ് വർക്കിംഗ് അവേഴ്സ്. ഇത്രയും 6 കാര്യങ്ങളാണ്, 6 റെസ്പോൺസിബിലിറ്റീസാണ് ഗിൽഡുകൾക്കുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എക്സെട്ര ലെഡ് ടു ദി ഡിക്ലൈൻ ഓഫ് ഗിൽഡ് സിസ്റ്റം. ഇൻഡസ്ട്രിയലൈസേഷനും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഗ്രോത്തും ആണ് ഗിൽഡ് സിസ്റ്റത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് വ്യവസായങ്ങളെല്ലാം വളരെയധികം പുരോഗതി പ്രാപിച്ചു. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് കൊണ്ട് ധാരാളം മെഷീൻസ് ആളുകൾ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ചെയ്യുന്ന ആളുകളുടെ ആ തൊഴിൽ വൈദഗ്ധ്യം തന്നെ വ്യത്യാസം വന്നു. അതോടുകൂടി ഗിൽഡ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിന് അവസാനമായി.
സിറ്റീസ് ഓഫ് മിഡിവൽ വേൾഡും ഗിൽഡ് സിസ്റ്റവുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഓക്കെ, താങ്ക് യു.